നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇ.പി. ജയരാജൻ തന്നെ വിശദീകരിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഇക്കാര്യത്തിൽ പാർട്ടി ഒരു പരിശോധനയും നടത്തിയിട്ടില്ലെന്നും ഇ.പി. ജയരാജനോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ലെന്നും എം.വി. ഗോവിന്ദൻ. ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇ.പി. ജയരാജൻ തന്നെ വിശദീകരിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഇക്കാര്യത്തിൽ പാർട്ടി ഒരു പരിശോധനയും നടത്തിയിട്ടില്ലെന്നും ഇ.പി. ജയരാജനോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. വയനാട് സംബന്ധിച്ച് വയനാട് ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മെച്ചപ്പെടുത്താനാവും എന്ന് തന്നെയാണ് അവിടെയും കാണുന്നത്. തിരിച്ചുവരുന്നവരുണ്ട്. അത് യു.ഡി.എഫ് തന്നെയാണ്. അത് അതിന് പകരം ഞാൻ വേറെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ കൃത്യമായ വ്യക്തതയുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് ഇടതുകൊണ്ട് ജനാധിപത്യത്തിനുവേണ്ടി കേരളത്തിൽ ജയിക്കുന്നു. പാലക്കാടായിട്ടില്ല. പാലക്കാട് ഉറപ്പായിട്ട് ഇടതുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി സ്വതന്ത്രം ചെയ്യും. ഒരു സംശയമില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ബി.ജെ.പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള മെട്രോമാൻ ഈ സുഗറിന്റെ വോട്ട് ഇപ്രാവശ്യം ബി.ജെ.പി കിട്ടാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മതനിരപേക്ഷ ഉള്ളടക്കത്തെ കണ്ടുകൊണ്ട് ബി.ജെ.പി ജയിക്കുമോ എന്ന സംശയത്തിൽ ഒരു വിഭാഗം മതനിരപേക്ഷവാദികളുടെ വോട്ട് ഷാഫി പറമ്പിൽ കിട്ടിയിട്ട് അത് ഇപ്രാവശ്യം കിട്ടാൻ പോകുന്നു. ബി.ജെ.പി 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ജയസാധ്യതയാണ് പാലക്കാട്. ഇതാണ് എനിക്ക് പാലക്കാട് പോകുന്നു. അല്ല എന്താണ് നേരെ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയതോ പറഞ്ഞതോ എന്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആത്മകഥ എഴുതിയ ദേശാഭിമാനി ബ്യൂറോ ചീഫിനോട് വിശദീകരണം ചോദിച്ചെന്ന വാർത്തയും അദ്ദേഹം നിഷേധിച്ചു. അതേസമയം വിവാദങ്ങൾ കൊടുമ്പിരികൊണ്ടിരിക്കെ പി സരിനു വേണ്ടി ഇ.പി. ജയരാജൻ പാലക്കാട് പ്രചരണത്തിന് സജീവമായി ഇറങ്ങി. പി സരിൻ മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും ആർക്കും CPM-നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നും ഇ.പി. പാലക്കാട് പോകും വഴി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.